ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ശ്രീലങ്കയിലെ കൊളംബോയിലൊരു ദീപാല സൂ ഉണ്ട്, കാഴ്ച ബംഗ്ലാവ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണാം. ഞാനിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലെ ദേഹിവാല എന്ന സ്ഥലത്താണ്. ദേഹിവാല എന്ന സ്ഥലത്ത് ഇതാണ് നമ്മളെ ഓട്ടോ ഡ്രൈവറെ നമ്മളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുള്ള ഈ ദേഹിവാല സൂ എന്നാണ് ഇവിടേക്ക് പറയുക. ഈ സ്ഥലത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ കാഴ്ച ബംഗ്ലാവും ഉള്ളത്. കാഴ്ച ബംഗ്ലാവ് സൂ ഉള്ളത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കവാടം. നല്ല അടിപൊളി സെറ്റപ്പാണ്, ഗ്ലാസ്സൊക്കെ വെച്ചിട്ടെല്ലാം സൂപ്പറാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറാണ്. ഇവിടെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിദേശികൾക്ക് വേറെ, സ്വദേശികൾക്ക് വേറെ എന്നൊക്കെയുള്ള റേറ്റാണ്. പൊതുവെ ശ്രീലങ്കയിൽ സാർക്ക് രാജ്യങ്ങളിൽപ്പെട്ടവർക്കൊക്കെ ഹാഫ് ചാർജാണ്. യൂറോപ്യന്മാരെക്കാട്ടും ഹാഫ് ചാർജുള്ളൂ ഉള്ളത്. ഇതിൻ്റെ സീലിങ്ങിൽ കുറേ പൂമ്പാറ്റയൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങ് ദൂരം അവിടെയാണ് പിന്നെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. അപ്പോൾ ഞാനിനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഡോളറിൽ എടുക്കുക, ഇവിടുത്തെ മണിയിലും എടുക്കുക. 3528 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഞാനങ്ങോട്ട് കടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ പോകാം. മൃഗങ്ങളൊക്കെ ഒരുപാട് മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇവിടെ. ഈ സൂക്ക് വേറെയും പേരുണ്ട്. ശ്രീലങ്കയിലെ ദേശീയ സുവോളജിക്കൽ ഗാർഡൻ എന്നും ഇതിനൊരു പേരുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പേരുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ട് അങ്ങനെ പോവാം. അപ്പോൾ സൂലെ കാഴ്ചകൾ അങ്ങനെ കാണുക. ഞാൻ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറയാം. 1936 ഇത് സ്ഥാപിതമായത്. ഈ സുവോളജിക്കൽ ഗാർഡൻ, നാഷണൽ സുവോളജിക്കൽ ഗാർഡൻ ഓഫ് ശ്രീലങ്ക, ദേഹിവാലു സൂ, കൊളംബോ സൂ, ഇതൊക്കെ ഇതിൻ്റെ പേരുകളാണ്. ഈ സൂവിൻ്റെ ഉള്ളിലുള്ളത് വിവിധതരം പക്ഷികൾ, സസ്തനികൾ, ഉരകങ്ങൾ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഈ ശ്രീലങ്കയിലുള്ള മൃഗങ്ങൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഏഷ്യയിലുള്ളതും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളൊക്കെ ഈ മൃഗശാലയിലുണ്ട്. 2005 കണക്ക് പ്രകാരം 3000 മൃഗങ്ങളുടെ എണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ഭാഗം എക്കോറിയം, മീൻ വളർത്തലൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോകണം. ബാക്കിയുള്ള എക്കോറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിങ്ങോട്ട് വലിയ കെട്ടിയിട്ട് വളർത്തുന്ന മീനുകളാണ് ഈ കാണുന്ന മീൻ. ഇനി എക്വേറിയമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്ക് അങ്ങനെ കാണാം. ഇവിടെ കംപ്ലീറ്റ് ഇരുട്ടാണ്. അതിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ടിച്ചിരിക്കുന്നത്. $100 കിലോ വരെ വെയിറ്റ് വരുന്നു.
ഒരു വമ്പ മീനിനെ കാണാം. ഞാൻ ഇട്ടുകൊടുത്തല്ലോ. മീനിൻ്റെ തന്നെ ഏരിയ കണ്ടമാനുണ്ട്. അപ്പോൾ പിന്നെ മറ്റേതൊക്കെ എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മതി. അത്രക്കും വലിയ മ്യൂസിയമാണെന്ന് പറഞ്ഞത്. ഇത് ഇവിടെ ഒരു ഇതുണ്ട്, പിന്നെ സൂ മ്യൂസിയം. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ സ്റ്റഫ് ചെയ്ത കാര്യങ്ങളും എല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ കാണാം. ഇവിടെ കുറേ സ്റ്റുഡൻസുമാരൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, കുട്ടികളൊക്കെ.
ഹലോ ഓ ഹലോ ഹലോ അപ്പം ഇനി ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. ತುಂಬ ಎಂತ ಎಲ್ಲ ಗೊತ್ತಿದ್ದ ನೋಡಿ
Drawing? No, For what? for research. 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 Yeah. Research for this one only? ഇതുപോലെ മീനിൻ്റെ അവിടെ ഉണ്ടായത് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന കുട്ടികൾ കണ്ടമാനം ഉണ്ട്. കാരണം അവർ കോളേജിൽ നിന്ന് കിട്ടും അതിൻ്റെ നടത്തം, അതിൻ്റെ ചലനം, അതിൻ്റെ തീറ്റ, അതൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവിടെ. കുറേ എണ്ണുണ്ട്. കംപ്ലീറ്റ് പെൺകുട്ടികൾ തന്നെ ഉള്ളത്, ആൺകുട്ടികളൊന്നും അതിൽ കാണാനില്ല. വഴി തെറ്റായിരിക്കാൻ ഇങ്ങനെ നമ്പർ ഉണ്ട്, കണ്ടില്ലേ? നമ്പർ 5 അങ്ങനെ ഏരോ മാർക്ക് ഉണ്ട്. അപ്പോൾ അത് കാണുക. പിന്നെ അടുത്ത് നമ്പർ 6 അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോവുകയും അവിടെ. ഇതൊക്കെ കിളികളൊക്കെ ഉള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ നിങ്ങളങ്ങനെ കണ്ടങ്ങനെ പോയി. ഞാനിതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നുണ്ട്. ശ്രീലങ്കയിലെ ദേശീയ പുഷ്പം നീല വാട്ടർ ലില്ലി പുഷ്പമാണുള്ളത്. അതുപോലെ ദേശീയ വൃക്ഷം സിലോൺ ആണ്, അതായത് ഇരുമ്പ് മരം എന്ന് പറയും ഇവരതിന്. അതുപോലെ ദേശീയ പക്ഷി ശ്രീലങ്കൻ ജംഗിൾ ഫൗൾ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, അതാണ്. പിന്നെ ദേശീയ ചിത്രശലഭമുണ്ട്, ശ്രീലങ്കൻ പക്ഷിച്ചിറക് എന്ന് പറയും അതിന്, ട്രോയിഡ്സ് ഡാർസിയസ് എന്ന് പറയും. ഇവരുടെ ദേശീയ വിനോദം വോളിബോളാണ്. പിന്നെ ദേശീയ മൃഗം ആനയാണ്. ഇവരെ ദേശീയ വിഭവം എന്താണെന്നറിയോ? ചോറും കറിയാണ്. ശരിക്കും ശ്രീലങ്കക്ക് ഔദ്യോഗികമായിട്ടൊരു ദേശീയ മൃഗമല്ല, പക്ഷേ ആനയും സിംഹവും പിന്നെ ഒക്കെ ഇവരെ ദേശീയ മൃഗമായിട്ട് ഇവർ അംഗീകരിക്കുന്നുണ്ട്. நான் போயிட்டு சாப்பிட்டு வண்டியை பார்க்கிங்கில் போட்டு எங்கே பார்க்கிங்கெல்லாம் ஓட்டில் ஒரு ஹவருக்கு எனக்கு நான் நினைக்கல அவங்க எப்படி ഒരു 2-3 മണിക്കൂർ കാണാനുള്ള സംഭവമുണ്ട്. അപ്പോൾ ഒന്നിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ആകെ ബോറാക്കും. അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.